SSLC മാത്സിൻ്റെ ക്വിക്ക് റിവിഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓരോരോ ചാപ്റ്ററിൻ്റെ ജസ്റ്റ് കുറച്ച് ഫോർമുലാസും കുറച്ച് ഒന്നോ രണ്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് പറയാൻ പോകുന്നത്. ഇനി ആ ചാപ്റ്ററിൻ്റെ ഫുൾ ഫോർമുലാസും കൺസെപ്റ്റും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അതിലെ ജനറൽ ഫോർമുല a പ്ലസ് ഡി, a പ്ലസ് 2d, a പ്ലസ് 3d എക്സെട്ര അങ്ങനെ ആയിരിക്കും അതിൻ്റെ ജനറൽ ഫോർമുല വരുന്നത്. അതിൽ ഈ a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമും ഡി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള കോമൺ ഡിഫറൻസും ആയിരിക്കും. ഇനി നമ്മൾ nth ടേം, അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ടേം, ഒരു സീക്വൻസിലെ ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ a is equal to a5 അല്ലെങ്കിൽ a5 എന്ന് കൊടുക്കാം. a5 എന്ന് പറഞ്ഞാൽ a പ്ലസ്, അതായത് ഫസ്റ്റ് ടേം പ്ലസ് 5 മൈനസ് 1 എത്ര 4d ആയിരിക്കും. അതായത് a പ്ലസ് 4d ആയിരിക്കും ഫിഫ്ത്ത് ടേം കാണണമെങ്കിൽ. അതായത് അപ്പോൾ nth ടേം കാണണമെങ്കിൽ a is equal to a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇനി കുറേ ഒരു സീരീസിൽ ഇപ്പോൾ 5 ടേംസ് തന്നിട്ടുണ്ട്, ഒരു സീക്വൻസ് ആണ്, അതിൽ 5 ടേംസ് ഉണ്ട്. ഈ 5 ടേംസിൻ്റെയും സമ്മ് കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ചെയ്യാം. സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1d ആയിരിക്കും. അതായത് ഇപ്പോൾ 5 ടേംസ് ഉണ്ടെങ്കിൽ 5/2 ഇൻറ്റു 2a പ്ലസ് 4d ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം n/2 ഇൻറ്റു a പ്ലസ് a, അതായത് n/2 ഇൻറ്റു a പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ചെയ്താൽ നമുക്കതിൻ്റെ സമ്മ് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത് നമുക്കൊരു പ്രോബ്ലം ആണ്. The fifth term of an arithmetic sequence is 16 and 10th term is 31. Find the 15th term. Okay. So നമുക്ക് nth ടേമിൻ്റെ ഇക്വേഷൻ അറിയാം. an is equal to a plus n minus 1 into d ആണെന്ന് അറിയാം. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്. അപ്പോൾ a5 എന്ന് കൊടുക്കാം. a5 എന്ന് കൊടുത്താൽ a പ്ലസ് 4d ഈക്വൽ ടു 16ഉം അതുപോലെ 10th ടേം a പ്ലസ് 9d എന്ന് പറയുന്നത് 31 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 15th ടേം കിട്ടണം നോക്കാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടിനെയും ഇതൊരു ഇക്വേഷനും ഇതൊരു ഇക്വേഷനുമായിട്ട് കൂട്ടാം. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. ഇനി വലുത് ഏതാ? 2 അല്ലേ? 2 മൈനസ് 1 ചെയ്തു. ഇത് ഇക്വേഷൻ 2ഉം ഇത് ഇക്വേഷൻ 1ഉമായിട്ട് എഴുതി. അപ്പോൾ 2 മൈനസ് 1 ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. 2 മൈനസ് 1 ചെയ്താൽ നമുക്ക് a പ്ലസ് 9d മൈനസ് a പ്ലസ് 4d, അതായത് 31 മൈനസ് 16 5d ഈക്വൽ ടു 50 എന്ന് കിട്ടും. അപ്പോൾ d എത്ര? 3 കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 കിട്ടി. ഇനി ഈ ഡീനെ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ a പ്ലസ് 4d ഈക്വൽ ടു 16 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് a എത്ര കിട്ടും? 4 കിട്ടും. a കിട്ടി, d കിട്ടി. ഇനി എന്താ കിട്ടേണ്ടത്? 15th ടേം. അപ്പോൾ a 15 എന്തായിരിക്കും? a പ്ലസ് 14d ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിലോട്ട് എനെയും ഡിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ 46 കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ടുള്ളത് സർക്കിളാണ്. സർക്കിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. പിന്നെ ടാൻജൻ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ദി റേഡിയസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട്. റേഡിയസിൽ നിന്ന് പോയിന്റ് ഓഫ് കോൺടാക്റ്റിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ടാൻജൻ്റ് എന്ന് പറയുന്നത്. ഇനി ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ്, ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ടാൻജൻറ്റിലോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് √d² മൈനസ് r² ആയിരിക്കും. d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ നിന്ന് ഡിസ്റ്റൻസും r എന്ന് പറയുന്നത് റേഡിയസും ആണ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എ സർക്കിൾ ഹാസ് എ റേഡിയസ് ഓഫ് 5 cm. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ഫ്രം എ പോയിന്റ് 13 cm എവേ ഫ്രം ദ സെൻറ്റർ. സോ 13 cm എവേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് 5ഉം 13 cm എവേ, അതായത് d 13 ആണെന്ന് തന്നിട്ടുണ്ട്. r 5 ആണ് തന്നിട്ടുണ്ട്. ഈസി അല്ലേ? ഇക്വേഷൻ ഏതാ? √d² മൈനസ് r² ആയിരിക്കും. അപ്പോൾ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ 12 കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ 3 പോളിനോമിയൽസ്. പോളിനോമിയൽസിലെ ജനറൽ ഫോർമുലയാണ് an ഇൻറ്റു n പ്ലസ് an മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 അങ്ങനെ ആയിരിക്കും. അതായത് ഫസ്റ്റ് an ഇൻറ്റു n ആയിരിക്കും പ്ലസ് അടുത്ത ടേം an മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 ആയിരിക്കും. അടുത്ത ടേം an മൈനസ് 2, ഇത് a ആണ്, an മൈനസ് 2 ഇൻറ്റു n മൈനസ് 2 എന്നായിരിക്കും. അങ്ങനെ ലാസ്റ്റ് ടേമിൽ എന്ത് വരും? 0 വരും. അതാണ് ജനറൽ ഫോർമുല. ഇനി ദ റിമൈൻഡർ തിയറം പറയുന്നത് ഇഫ് p of x is divided by x minus a, the remainder is p of a. p of x മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് p of a ആയിരിക്കും. ഫാക്ടർ തിയറം പറയുന്നത് p of a ഈക്വൽ ടു 0, then x minus a is a factor of p of x.
അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടറാണെന്നാണ്. ഇനി ഫൈൻ ദ റിമൈൻഡർ വെൻ എക്സ് ക്യൂബ് മൈനസ് 4x² പ്ലസ് 2x മൈനസ് 5 ഇസ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. സോ റിമൈൻഡർ തിയറം വെച്ചിട്ട്, റിമൈൻഡർ തിയറം എന്തായിരുന്നു? പി ഓഫ് എക്സ് എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പി ഓഫ് എ റിമൈൻഡർ കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. റിമൈൻഡർ തിയറം പ്രകാരം പി ഓഫ് എക്സ് എത്രയാണ്? എക്സ് ക്യൂബ് മൈനസ് 4x² പ്ലസ് 2x മൈനസ് 5 ആയിരിക്കും. എക്സിന് നമ്മൾ ഈ ഇക്വേഷൻ കണ്ടോ, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2നെ നമ്മൾക്ക് അപ്പുറത്തോട്ടിട്ട് 2നെ അപ്പുറത്തോട്ടിട്ട് എക്സ് ഈക്വൽ ടു 2 എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ എക്സിന് 2 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമുക്ക് -9 കിട്ടും. അപ്പോൾ റിമൈൻഡർ വരുന്നത് -9 ആയിരിക്കും. ഓക്കെ, അടുത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. പിന്നെ അതിൻ്റെ റൂട്ട് കാണാനുള്ള ഇക്വേഷൻ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac/2a. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോമുലയാണ്. നിങ്ങൾ ഏകദേശം നിങ്ങൾ എല്ലാ ക്ലാസ്സിലും എപ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഇക്വേഷനാണ് ഇത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൻ്റെ ഇത് റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac/2a. ഇനി സം ഓഫ് റൂട്ട്സിൻ്റെ സം എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a ആയിരിക്കും. പ്രൊഡക്റ്റ് ആണെങ്കിൽ c/a ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമുല എങ്കിൽ അതിൽ റൂട്ട് കാണുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് റൂട്ടിൻ്റെ ഇക്വേഷൻ. ഇനി രണ്ട് റൂട്ടുകളുടെ സമ്മ് കാണണമെങ്കിൽ നമുക്ക് -b/a ചെയ്താലും മതി. പ്രോഡക്റ്റ് ആണ് കാണണമെങ്കിൽ c/a ചെയ്യണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, സോൾവ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിൻ്റെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇക്വേഷൻ അതുപോലെ എഴുതിയിട്ട് ഈക്വൽ ടു 0 എഴുതും. അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കുകയാണ്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. -b പ്ലസ് ഓർ മൈനസ് 4ac/2a അല്ലേ, ആ ഇക്വേഷനും വെക്കാം. ആ ഇക്വേഷൻ വെച്ചാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇതിലെ ബി ടേം എത്രയാണ്? -5 ആണ്. അപ്പോൾ പ്ലസ് -b എന്നല്ലേ, -b എന്ന് പറഞ്ഞാൽ ബീൻ്റെ ടേം എന്താ? -5 ആണ്. അപ്പോൾ +5 എന്നാവും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതിത്തരാം, -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² 5² മൈനസ് 4 എത്രയാ? അല്ല 4 ഇതിൽ ഏതാ? എ ടേം എത്ര? 1 ആണ്. 1x² അല്ലേ, അപ്പം ഇൻറ്റു 1 ഇൻറ്റു ac എത്രയാ? 6 ഡിവൈഡഡ് ബൈ 2a. എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്ലസ് ആക്കി കൂടെ, ഇത് പ്ലസ് ആക്കി. 5² എത്രയാണ്? 25. 25 മൈനസ് 24 എത്രയാണ്? 1 അല്ലേ. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് 1 ആയിരിക്കും. +5 പ്ലസ് 1/2 എത്രയാണ്? ഒരു ടേം പ്ലസ് 6/2 ഉണ്ട്. അതുപോലെ ഒരു ടേം വരുന്നത്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ മായ്ക്കുന്നുണ്ട്, അതായത് 2 ടേംസ് വരും. +5 പ്ലസ് 1/2ഉം +5 മൈനസ് 1/2ഉം വരും. കാരണം പ്ലസ് ഓർ മൈനസ് ഇല്ലേ, അപ്പോൾ അത് വെക്കുമ്പോഴാണ് പ്ലസ് മൈനസ് വരുന്നത്. ഇനി ആൻസർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് ടേമിൻ്റെ ആൻസർ 5 + 1 6, 6/2 3 ആയിരിക്കും. 5 - 1 4, 4/2 2. അപ്പോൾ ഇത് രണ്ടുമാണ് എക്സിൻ്റെ റൂട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്, ആ സിമ്പിളാണ്. ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഇക്വേഷനിൽ ഇതാ ഈ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac/2 എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിലിട്ടാൽ വേഗം കിട്ടും. അടുത്തത് ട്രിഗ്നോമെട്രി ആണ്. ട്രിഗ്നോമെട്രിയിൽ ആദ്യം തന്നെ പൈതഗോറിയൻ ഐഡൻറ്റിറ്റി ആണ്. sin² θ പ്ലസ് cos² θ ഈക്വൽ ടു 1. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. sin² θ പ്ലസ് cos² θ 1 ആണുള്ളത്. ഇനി sin θ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. cos θ പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. tan θ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണ്. ഓക്കെ, കാണിച്ചു തരാം. ഇതൊരു ട്രയാങ്കിളാണ്. ഈ ആംഗിളാണ് കാണുന്നതെങ്കിൽ ഇതാണ് തീറ്റ. അപ്പോൾ sin θ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഏതാ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതല്ലേ, ഇത് ബി, ഇത് എ, ഇത് സി ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് ഏതായാലും വലുത് സൈഡായിരിക്കും, ഇതായിരിക്കും. അപ്പോൾ b/a ആയിരിക്കും sin θ. സോറി, b/a എന്നാട്ടോ, b/a ആയിരിക്കും sin θ. cos θ അഡ്ജസൻറ്റ് അടുത്തുള്ളത് സി അല്ലേ, c/a ആയിരിക്കും. ഇനി tan θ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് b/c ആയിരിക്കും. ഓക്കെ അല്ലേ?
ഇനി sin 30 1/2 ആണ്. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കേണ്ടതാണ്. sin 30 1/2, cos 30 √3/2. tan 30 പഠിച്ചിട്ടില്ലെങ്കിൽ സാരില്ല, കാരണം ഇതേ ബൈ ഇത് ചെയ്താൽ മതി. sin 30 cos 30 ആണ് tan 30. sin 45 1/√2, cos 45 1/√2. sin 60 sin 30ൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരിക, അതായത് √3/2, cos 30 1/2 ആണ് വരുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം. ഇഫ് sin തീറ്റ ഈസ് 3/5, ഫൈൻ കോസ് തീറ്റ ആൻഡ് ടാൻ തീറ്റ. sin തീറ്റ 3/5 1 തന്നിട്ടുണ്ട്. യൂസിങ് ഐഡൻറ്റിറ്റി sin സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 1 മൈനസ് sin സ്ക്വയർ തീറ്റ അല്ലേ. അപ്പോൾ sin തീറ്റ എത്രയാണ്, 3/5 ആണ്. അപ്പോൾ sin സ്ക്വയർ തീറ്റ 1 മൈനസ് 3/5 ദ ഹോൾ സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് 16/25 കിട്ടും. അപ്പോൾ അത് sin സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ എത്രയായിരിക്കും, 4/5. അപ്പോൾ ടാൻ തീറ്റ sin ബൈ കോസ് ചെയ്താൽ മതി. ഇനി ചാപ്റ്റർ 6 പറയുന്നത് ജിയോമെട്രിയാണ്. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതുപോലെ സൈഡ്സ് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഹാഫ് BH ആയിരിക്കും, അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. പിന്നെ പൈതഗോറസ് തിയറം എന്താണെന്ന് വെച്ചാൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ A² + B² = C². കാണിച്ചു തരാം. ഇതൊരു ട്രയാങ്കിളാണ്, ഇത് A ആണ്, ഇത് B ആണ്, C. ഈ ഹൈപ്പോട്ന്യൂസിൻ്റെ ലെങ്ത്ത് കാണണമെങ്കിൽ നമ്മൾ A² + B² ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ ഈ C സൈഡ് കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. റൂട്ട് എങ്ങനെയാണ്, √A² + B² ആയിരിക്കും ഈ C എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനാണ് ആപ്ലിക്കബിൾ ആവുക. അടുത്തത് ഒരു പ്രോബ്ലം. ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ദി ലെങ്ത് ഓഫ് 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ആർ 6 and 8. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഹൈപ്പോട്ന്യൂസ്. അത് പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് റൂട്ട് ഓഫ് ഒരു സൈഡിൻ്റെ സ്ക്വയർ പ്ലസ് അടുത്ത സൈഡിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് 100 കിട്ടി. 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓക്കെ, 7th ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ആദ്യമുള്ളത് മീനാണ്. മീൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സം എഴുതിട്ട് അതിൻ്റെ എത്ര നമ്പർ ഉണ്ടോ അതിനെ ഡിവൈഡ് ചെയ്യാം. അതായത് സിഗ്മ xi/n ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. 1 2 5 8 3. അപ്പോൾ ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ 1 + 2 എത്രയാണ്, 3 3 + 5 8 8 + 8 16 16 + 3 19 19/5 ആണ്. അതായത് എത്ര നമ്പർ ഉണ്ട്, 5 എണ്ണം. 19/5 ആയിരിക്കും ഇതിൻ്റെ മീൻ വരുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞാലോ ദ മിഡിൽ വാല്യൂ ഓഫ് ഡാറ്റാ സെറ്റ്. ഇതിലെ മിഡിൽ വാല്യൂ ആണ് മീൻ എന്ന് പറഞ്ഞാൽ വരിക. ഇനി മോഡ് ഫ്രീക്വൻ്റ്ലി ഒക്വയറിങ് വാല്യൂ. ഇപ്പോൾ മോഡ് ഇതിലില്ല. ഇപ്പോൾ 1 1 3 1 5 2 ഇങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഫ്രീക്വൻ്റ്ലി ഒക്വയറിങ് വാല്യൂ 1 അല്ല. അപ്പോൾ അതായിരിക്കും ഇതിലെ മോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ ഡാറ്റ 12 15 10 8 14 16 13. സോ ആദ്യം ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ മീഡിയൻ കണ്ടുപിടിക്കുക. അതിന് ആദ്യം അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പോൾ ഇതിൽ ചെറുതെന്ന് വലുതിലോട്ട് എഴുതാം. 10 8 10 12 13 14 15 16 എന്നാണ് ഓർഡറിൽ എഴുതി. അപ്പോൾ എത്ര ടേംസ് ഉണ്ട്, 1 2 3 4 5 6 7 ടേംസ് ഉണ്ട്. അപ്പോൾ n7 കിട്ടി. മീഡിയൻ കിട്ടണമെങ്കിൽ 7 ആയതുകൊണ്ട് അതിൻ്റെ നടുക്കത്തെ ടേം ആയിരിക്കും. അപ്പോൾ നടുക്കത്തെ ടേം അതാണ്, ഇതല്ലേ 13 ആണ് നടുക്കത്തെ ടേം. അപ്പോൾ അതായിരിക്കും മീഡിയനായിട്ട് വരുന്നത്. ഇനി പ്രോബബിലിറ്റി, ചാപ്റ്റർ 8 പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. നമുക്ക് എത്ര, അപ്പോൾ ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്ര ബോളുണ്ട്, 5 ബോളുണ്ട്, അതിൽ 3 എണ്ണം റെഡ് ഉണ്ട്, അതിൽ 2 എണ്ണം ബ്ലാക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡ് എടുക്കുന്നതിൻ്റെ ചാൻസസ് എന്ന് പറയുന്നത് 3/5 ആയിരിക്കും. പിന്നെ ഇതിൻ്റെ റേഞ്ച് എപ്പോഴും 0ൻ്റെയും 1ൻ്റെയും അടുക്കായിരിക്കും. 1നെക്കാട്ടിലും ഒരിക്കലും കൂടില്ല, എപ്പോഴും 1 ആയിരിക്കും മാക്സിമം വരിക. എ ബാഗ് കണ്ടെയ്ൻ 5 റെഡ് ബോൾസ് ആൻഡ് 3 ബ്ലൂ ബോൾസ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ? റെഡ് ബോൾ എടുക്കുന്നതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? ടോട്ടൽ ബോൾസ് 8 ഉണ്ട്. അപ്പോൾ നമുക്ക് റെഡ് എടുക്കുന്നതിൻ്റെ പ്രോബബിലിറ്റി പറഞ്ഞാൽ 5/8 ആയിരിക്കും. അടുത്തത് കോർഡിനേറ്റ് ജോമെട്രി ആണ്. അതിൽ ഡിസ്റ്റൻസ് ഫോർമുല √(x2 - x1² + y2 - y1² ആയിരിക്കും ഡിസ്റ്റൻസ് ഫോർമുല. മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല x1 + x2/2 y1 + y2/2. ഇനി സ്ലോപ്പ് ഓഫ് എ ലൈൻ m എന്ന് പറയുന്നത് y2 - y1/x2 - x1 ആയിരിക്കും.
ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് A 2,3 ആൻഡ് B 5,7. സോ ഡിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല √(x2 - x1) ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. x2 എന്താ ഇതിൽ? x2 5 ആണ്. 5 - 2 3. 3 സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് y2 എത്രയാണ്? 7. 7 - 3 4. 4 സ്ക്വയർ എത്രയാണ്? 16. 9 + 16 25. 25ൻ്റെ റൂട്ട് ആയിരിക്കും. 25ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 ആയിരിക്കും. അടുത്തത് മെൻസുറേഷൻ ആണ്. ഏരിയ ഓഫ് സർക്കിൾ എത്രയാണ്? πr² ആണ്. വോളിയം ഓഫ് സിലിണ്ടർ πr² ആണ്. വോളിയം ഓഫ് കോൺ 1/3 πr² ആണ്. വോളിയം ഓഫ് എ സ്ഫിയർ 4/3 πr³ ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് എ സിലിണ്ടർ വിത്ത് എ റേഡിയസ് 7 cm ആൻഡ് ഹൈറ്റ് 10 cm. സോ ഈ 4 ഫോർമുലയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് BH ആണെന്നറിയില്ല. ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? πr² പറഞ്ഞു. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്ര? L × B, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ സിലിണ്ടറിൻ്റെ ഏരിയ ആണ്, സിലിണ്ടർ വോളിയാണ്. സിലിണ്ടർ വോളിയത്തിൻ്റെ ഇക്വേഷൻ πr²h ആണ്. നിങ്ങൾക്ക് പൈൻ്റെ വാല്യൂ അറിയെങ്കിൽ അത് കൊടുക്കാം. 22/7 കൊടുക്കാം, അല്ലെങ്കിൽ 3.14 കൊടുക്കാം, അല്ലെങ്കിൽ പൈ തന്നെ കൊടുത്താൽ മതി. ഇനി R ഇവിടെ തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്, ഹൈറ്റ് 10 തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അടുത്തത് കീ ടിപ്സ് ആണ്. സോ എങ്ങനെ മാത്സ് പഠിക്കണം, ഇനി ഉള്ള ദിവസത്തിനുള്ളിൽ എങ്ങനെ ഈസി ആയിട്ട് മാത്സ് പഠിക്കാം, എങ്ങനെ X+ വാങ്ങാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നിങ്ങൾക്ക് നാളെ കഴിഞ്ഞാൽ SS ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ 17th മാത്സ് വരുന്നത്. സോ ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ എങ്ങനെ മാത്സ് എങ്ങനെ പഠിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കണം. ആ ഒരു 7 ദിവസത്തെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ തിയറംസും ഡെറിവേഷൻസും അറിഞ്ഞിരിക്കണം. ഓരോരോ ചാപ്റ്ററിലെ തിയറംസ് ഏതൊക്കെയാണ്, ഓരോരോ ഡെറിവേഷൻസ് എഴുതിയിട്ട് തന്നെ പഠിക്കണം. പിന്നെ ഫോമുലാസും അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിക്കണം. ഫോമുലാസ് പഠിക്കാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഓരോരോ ചാപ്റ്ററിൽ പഠിക്കുമ്പോഴും അതിലെ ഫോമുലാസ് ഒരു A4 പേപ്പർ എടുക്കുക, 2ആയിട്ട് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് അതിൽ ഓരോരോ ചാപ്റ്ററിൻ്റെ ഫോമുലാസ് എഴുതുക. എന്നിട്ട് ഫോമുലാസ് ഒന്ന് ബോൾഡ് അല്ലെങ്കിൽ ബോക്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ അന്ന് രാവിലെ പോലും നിങ്ങൾക്ക് അത് നോക്കിയിട്ട് റിവൈസ് ചെയ്യാം. എപ്പോഴും രാത്രിയൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ സോൾവ് പ്രോബ്ലം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ടു അവോയ്ഡ് കാൽക്കുലേഷൻ എറർ. അതായത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ സോൾവ് ചെയ്യുക. കാരണം ഓരോരോ സ്റ്റെപ്പിനും മാർക്ക് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം മാർക്ക് കിട്ടാൻ നോക്കുക. സ്റ്റെപ്സ് ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യരുത്, എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.